വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ സോഷ്യൽ സയൻസ് ഏരിയയിൽ നിന്നും നമ്മുടെ NMMS എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് ഇൻ എ പാർലമെന്ററി സിസ്റ്റം ദ റിയൽ സോവറിറ്റി റെസ്റ്റ് ഇൻ ഡാഷ്, അതായത് ഒരു പാർലമെന്ററി സമ്പ്രദായത്തിൽ ഏറ്റവും കൂടുതൽ പരമാധികാരം ആരുടെ കൈവശമാണ്? നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസും കൂടെ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ലോക്സഭ, പ്രസിഡന്റ്, ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം അല്ലെ, ഒരു പാർലമെന്ററി സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ പവർ ആർക്കാണ്? ലോക്സഭയ്ക്കാണ്, അല്ലെങ്കിൽ ലോകസഭയ്ക്കാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണ്ട, ഒട്ടും കൺഫ്യൂഷൻ വേണ്ട. ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ എ, ലോക്സഭയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു കോൾഡ് പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ഐഡന്റിറ്റി കാർഡ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഓക്കെ, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻസ് കൂടെ നോക്കാം. NA പൽക്കിവാല, ജവഹർലാൽ നെഹ്റു, BN റാവു, KT ഷാ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഈ ക്വസ്റ്റ്യൻ വലിയ ഫെമിലിയർ ആയിരിക്കില്ല നിങ്ങൾക്ക്, എന്നിരുന്നാൽ കൂടി എന്ത് ചെയ്യാതെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഏതാണ്? ഓപ്ഷൻ എ, NA പൽക്കിവാലയാണ് എന്ത് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുമ്പോൾ. ഓക്കെ, അതായത് ഹു കോൾ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ഐഡന്റിറ്റി കാർഡ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുന്ന സമയത്ത് ആരാണ് പറഞ്ഞത്? NA പൽക്കിവാലയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് ഹു ഇസ് ദ ഓൺലി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹു വാസ് എലക്റ്റഡ് ആസ് അൺഒപ്പോസ്ഡ്, അതായത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ ഏക രാഷ്ട്രപതി ആരാണ്? ആരൊക്കെയാണ്? സെയിൽ സിംഗ്, VV ഗിരി, നീലം സഞ്ജീവ് റെഡ്ഡി, APJ അബ്ദുൽ കലാം. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇതിന്റെ ആൻസറും കുറച്ച് പേർക്ക് അറിയായിരിക്കും, എന്നാലും കുറച്ച് പേർക്ക് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. നീലം സഞ്ജീവ് റെഡ്ഡിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഹു വാസ് എലക്റ്റഡ് ആസ് അൺഒപ്പോസ്ഡ്, അതായത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക പ്രസിഡന്റ് ആണ് ആര്? നീലം സഞ്ജീവ് റെഡ്ഡി. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുമ്പോൾ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് വാട്ട് ഇസ് ദ മിനിമം ഏജ് ടു ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആവണമെങ്കിൽ എത്രയാണ് മിനിമം ഏജ്, അല്ലെങ്കിൽ ചുരുങ്ങിയ ഏജ് എത്രയാണെന്ന് ചോദിക്കുന്നത് അല്ലെ. 21 ഇയേഴ്സ്, 25 ഇയേഴ്സ്, 30 ഇയേഴ്സ്, 35 ഇയേഴ്സ്, ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ഓപ്ഷൻ ബി, 25 ഇയേഴ്സ് ആണ് ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുരുങ്ങിയ വയസ്സെന്ന് പറയുമ്പോൾ 25 ഇയേഴ്സ്. ഓക്കെ, അതേതാണ്? ഓപ്ഷൻ ബി ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദ ഇന്ത്യൻ ഫെഡറേഷൻ വാസ് മോഡൽ ആഫ്റ്റർ വിച്ച് കൺട്രി? അതായത് ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ് ഇന്ത്യൻ ഫെഡറേഷൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്? ഫെഡറൽ സിസ്റ്റം അല്ലെ, ഫെഡറൽ സമ്പ്രദായം ഏതാണ്? നമുക്ക് ഓപ്ഷൻസ് കൂടെ നോക്കാം. USA, കാനഡ, ഓസ്ട്രേലിയ, ഫ്രാൻസ് അല്ലെ. അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി, കാനഡയാണ്. ഓക്കെ, കാനഡയിലെ ഫെഡറൽ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടാണെങ്കിൽ അതിന്റെ മോഡലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് കാനഡയിലെ ഫെഡറൽ സിസ്റ്റം എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് എന്ത് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ടു സ്റ്റാർട്ട് എ മീറ്റിംഗ് ഇൻ രാജ്യസഭ? അതായത് രാജ്യസഭയിൽ യോഗം ആരംഭിക്കുവാൻ വേണ്ട ചുരുങ്ങിയ അംഗസംഖ്യ എത്രയാണ് കോറം തികയ്ക്കാൻ വേണ്ടി എത്ര മെമ്പേഴ്സ് വേണം? രാജ്യസഭയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എത്രയാണ്? 250 ആണ്. ഓക്കെ, അതിൽ എത്ര പേര് വേണം? 25 പീപ്പിൾ എങ്കിലും വേണം. എന്തിനു വേണ്ടി? ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അപ്പൊ ഇവിടെ എന്താണ്? ഓപ്ഷൻ എ ആണ് എന്ത് റൈറ്റ് ആൻസർ. 25 ആണ് എന്ത് കോറം. ഓക്കെ, അത് 25 ആൾക്കാരുടെ എന്ത് ചെയ്യാം, നമുക്ക് രാജ്യസഭയിൽ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. In next question, which committee suggested that fundamental duties should be included in the Indian Constitution? Okay, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതൊക്കെയാണ്? അശോക് മേത്ത കമ്മിറ്റി, സുരൻ സിംഗ് കമ്മിറ്റി, സദാനം കമ്മിറ്റി ആൻഡ് വർമ്മ കമ്മിറ്റി. ഓക്കെ, വർമ്മ കമ്മിറ്റി. ഓക്കെ, അപ്പൊ ഇതിലേതാണ് റൈറ്റ് ആൻസർ? സ്വരൻ സിംഗ് കമ്മിറ്റിയാണ്. ഓപ്ഷൻ ബി ആണ് എന്ത് റൈറ്റ് ആൻസർ എന്ന് പറയുമ്പം. അപ്പം ഈ സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തണം എന്ന് എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് നോട്ട് ഓർ വാട്ട് ഇസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്സ്? അതായത് മൗലികാവകാശം അല്ലാത്തത്. ഇതിൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, നമുക്ക് മൗലികാവകാശങ്ങൾ എന്താണെന്ന് അറിയാം. നമ്മൾ 6 മൗലികാവകാശങ്ങളും കൃത്യമായി പഠിച്ചിട്ടുള്ളതുമാണ്. ഏതൊക്കെയാണ് അത്? ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി, റൈറ്റ് ടു ലിബർട്ടി ആൻഡ് റൈറ്റ് ടു ഇക്വാലിറ്റി. ഇതിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. പ്രൈവറ്റ് പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി ഡിലീറ്റ് ചെയ്ത ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലേ. അപ്പം ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ബിക്കോസ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്
അല്ലാത്തതെന്നാണ് ചോദ്യം. അപ്പൊ ഇതിലേതാണ്? ഓപ്ഷൻ ബി റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. അത് ഓൾറെഡി നമ്മുടെ ഭരണഘടനയിൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ട ഒരു റൈറ്റ് ആണ് അല്ലേ? അപ്പം ഓപ്ഷൻ ബി ആണ് ഇവിടെ എന്ത് റൈറ്റ് ആൻസർ എന്ന് പറയുമ്പോൾ. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് The Chief Justice of High Court is appointed by dash. Okay, അതായത് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻസ് നോക്കാം. പ്രസിഡന്റ്, ഗവർണർ, ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഏതാണ്? പ്രസിഡന്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ടിനെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇന്ത്യൻ പ്രസിഡന്റ്. അപ്പൊ ഇത്രയുമാണ് എന്ത് നമ്മുടെ ഈ ഒരു ഏരിയയിൽ നിന്നും, അതായത് രാഷ്ട്രതന്ത്രം ഏരിയയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസ് എന്ത് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ ഇനിയും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഗുഡ് ബൈ.